ചാനൽ കയറി പോകും. പാടം അവിടെ വളരെ പാടുപെട്ട് ഒരു ചെടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിസൂക്ഷ്മമായ പാതയിലൂടെ ഞായറാഴ്ച രാവിലെ ഓണത്തിനൊരു മുറം പച്ചക്കറിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഓണത്തിന് നമ്മൾ കർഷക ഫ്രീ അവാർഡ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു അറുപതുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു നമ്മളിവിടെ കൃഷിപ്പണി. അത് അടച്ചു വെക്കില്ലേ? ഈ വണ്ടി 13 ഏക്കർ എവിടെ കണ്ട് പരിചയമുണ്ടല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഋഷി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിളയിലോട്ട് പോവുകയാണ്. ബാക്കി വളം ഇടണം, പിന്നെ കുറച്ച് പുതിയ സ്ഥലത്തൊക്കെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലിരിക്കുന്ന ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ വിളയിലോട്ട് പോവുകയാണ്. ഋഷിയുണ്ട്, ഋഷിയെ കാണിക്കും. ഋഷി ഫ്രണ്ടിലോട്ട് വരൂ. നമ്മളെ വെള്ളം തിളക്കാണ്, കപ്പ ഇടാനുള്ള വെള്ളം. നമ്മളെ കപ്പ കൂടെ കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടോ ഗൈസ്? ഒരു വിഷ്വൽസ് കണ്ടോ? നമ്മളെ കോഴിക്കുട്ടന്മാര് ഗൈസ്, നമ്മൾ കോഴിക്കുട്ടന്മാരെ ഇന്ന് വെളിയിൽ വിട്ടിട്ടുണ്ട്. നമ്മളതിൽ 19 കോഴിയുണ്ട്. അല്ല എല്ലാം അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവന്മാരടുത്ത് എനിക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം ഇവന്മാർ ഓടില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗൈസ്. കാണിച്ചു കണ്ടോ? ഇരിക്കാനുള്ള പാടുള്ളൂ. ണ്ടോ? ഇത് നാടൻ കോഴിയാണ്. നമ്മളെ പുത്തുചക്ക ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. ഞാനും അമ്മൂമ്മയും കെട്ടി വെച്ചേക്കുന്നതാണ് നല്ല മുള്ളുള്ള പുത്തുചക്ക. ഇതെന്റെ താഴത്തെ വെളിയിൽ നിന്ന് കിട്ടിയ പുളിഞ്ചിക്കയാണ്. ചെറിയ പുളിഞ്ചിക്കയുണ്ട്, വലിയതുമുണ്ട്. ഗൈസ്, ഇതാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഓണത്തിന് ഇപ്പോൾ ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞുള്ളതിന് വേണ്ടിയിട്ട് മുളക് നടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ഇതുപോലുള്ള മന്ദാര പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് മൊത്തം മുളകാണ് നട്ടിരിക്കുന്നത്. 1 മീറ്റർ അകലത്തിലാണ് മന്ദാര തമ്മിൽ ഡിസ്റ്റൻസും. അതുപോലെ തൈകൾ ഏകദേശം 3/4 മീറ്റർ അകലത്തിലാണ് നട്ടിരിക്കുന്നത്. അടിവളമായിട്ട് ചാണകം, എല്ലുംപൊടി, കോഴിക്കാരൊക്കെ ഇട്ടിട്ടാണ് നട്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് കത്തിരി, തക്കാളി തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടെയൊക്കെ നടണം. അപ്പോൾ ഓരോ ദിവസമായിട്ട് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധവൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് അതെല്ലാം നോക്കുന്നുണ്ട്. മണ്ണിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി തള്ളിയിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പച്ചക്കറി മാത്രമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 ദിവസത്തെ പ്ലാന്റേഷൻ വെറുതെ ആയില്ല. ഇവിടെ മഴ പെയ്തുകൊണ്ട് എല്ലാം തൈയൊക്കെ വാടാതെ നിൽപ്പുണ്ട് ഗൈസ്. ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് ജൂലൈ 21, 2024 നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളെ വെള്ളം മൊത്തം നമ്മൾ ചുറ്റി കണ്ട് തീരാറായിട്ടുണ്ട് ഗൈസ്. ഇത്രയും മതി ഗൈസ്. ഇനി നമുക്ക് ബാക്കി വീഡിയോ വെള്ളയിൽ പോയി കാണാം. നമ്മളങ്ങനെ കൃഷിഭവനിൽ നിന്ന് ഒരു 3 തെങ്ങും തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. 125 രൂപയാണ് ഒന്നിന് വില. ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങും തൈയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് നടണം. അടുത്ത് നമുക്ക് കുറച്ച് പയർ നടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിയിൽ ജൈവവളങ്ങളും പച്ചലയൊക്കെ ഇട്ട് ചാണകപ്പൊടി, എല്ലും പൊടി, കോഴിക്കാരൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഗിരിരാജൻ കോഴികളാണ്. ഏകദേശം 2 മാസം പ്രായമായിട്ടുള്ള കോഴികളാണ്. അവരൊക്കെ ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. കൂടാതെ നമ്മളൊരു ചെറിയ കമ്പോസ്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ള വേസ്റ്റ് വരുന്ന ഫുഡ് മെറ്റീരിയൽ
അതല്ല ഇതിനകത്ത് ഡംപ് ചെയ്ത് കുറച്ച് ചവരിക്കൂടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പുഴുക്കളുണ്ട് ഇതിനകത്ത്. ഇതൊരു 3.5 മാസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടുള്ളൊരു ജൈവവളമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേസ്റ്റ് കളയേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഇവിടെ പച്ചമുളകൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തത്. മാധവനോട് നിൽപ്പുണ്ട്, അമ്മ അവിടെ നിന്ന് എന്തൊക്കെ വെട്ടിക്കളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മരിച്ചിനെയൊക്കെ ഏകദേശം പാകമായി. ഇവിടെ വിടയെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല തീ കത്തുന്നുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് വിറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനും ബുദ്ധിമുട്ടില്ല. ഉച്ചയ്ക്ക് മരിച്ചിനിയും ബീഫുമാണ്. ബീഫ് കറി വീട്ടിൽ നിന്ന് നേരത്തെ വെച്ചിട്ട് വന്നു. അപ്പം ഏകദേശം കഴിക്കാറായി. ഇത് നമ്മൾ വാങ്ങിച്ച കുറ്റിക്കുരുമുളകാണ്. ഒരു 4 മൂടുണ്ടായിരുന്നു. 2 മൂട് വെച്ച് 2 സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കായ്ക്കും. 1 വർഷത്തിനകത്ത് തന്നെ കായ്ക്കുന്ന ഒരു ഇനം കുരുമുളകാണ്. ഇതാണ് നമ്മുടെ കോഴികൾ. അവരിങ്ങനെ ഇന്ന് ആദ്യമായിട്ട് അവരെ കൂട്ടിയെന്ന് തുറന്നു വിട്ടത്. അതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. അവരിങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ വെട്ടുന്നതിൻ്റെ ഇടയിലുള്ള പുഴുക്കളും അതിനെയൊക്കെ കുത്തി തിന്നു അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അവിടെ മരിച്ചിനെയൊക്കെ വെന്തു. മരിച്ചിനി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പ്. ഞാനും മാധവനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബീഫ് കറി മരിച്ചിനിയും ഉണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി ചോറും പിന്നെ കുറച്ച് തേങ്ങ തിരുവിയിട്ടുണ്ട്. അപ്പോൾ മരിച്ചിനിയും തേങ്ങയും ബീഫും ഒക്കെ കൂട്ടിയിട്ട് ഒരാഹാരം കഴിക്കണം. നല്ല ടേസ്റ്റുള്ള മരിച്ചിനിയാണ്. നല്ല വേവുന്നുണ്ട്. നല്ല വെന്ത മരിച്ചിനിയാണ്. ഇതിവിടെ അടുത്തു നിന്ന് വയലിൽ നിന്ന് പുഴുന്ന മരിച്ചിനാണ്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ പതുക്കെ ബീഫൊക്കെ അതിൻ്റെ അകത്ത് തട്ടി ഞാനും മാധവനും അഞ്ചുവും അമ്മയും ജയനും കൂടി ഇരുന്ന് അങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓടിക്കളിച്ചുകൊണ്ടാണ് തോന്നുന്നു. മാധവനും എനിക്കൊക്കെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ചെടികളൊക്കെ നട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.